താലി. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. കഴിഞ്ഞ പാർട്ടിൽ നിന്ന് കുറച്ചധികം കൺഫ്യൂഷൻ ഒരുപക്ഷെ ഈ പാർട്ടിൽ ഉണ്ടായേക്കും. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ആര്യന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുന്ന മിഥുനെയാണ് പറഞ്ഞു നിർത്തിയത്. പക്ഷെ ഈ ഭാഗം മുതൽ പറയുന്നത് ശ്രീയോടൊപ്പം കല്യാണം കഴിക്കുന്ന മിഥുനെയാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കിടയിലും ഒരു 4 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഈ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് മുന്നോട്ടുള്ള കഥയിലൂടെ നമുക്ക് ഒരുമിച്ചറിയാം. അപ്പം നമുക്കൊരുമിച്ച് കഥയിലേക്ക് പോകാം. ഉമാമഹേശ്വര ക്ഷേത്രം. കുറച്ച് ആൾക്കാർ മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ അങ്ങും ഇങ്ങുമായൊക്കെ മാറിയും തിരിഞ്ഞും ഇരിക്കുന്നു. മണ്ഡപം ഒരുങ്ങി. പറയിലേക്ക് നെല്ല് തട്ടി പൂക്കുല കുത്തി നിർത്തി. സമയമാകുന്നു. തിരുമേനി വിളിച്ചു പറഞ്ഞു, സതി വരുന്നു ഏട്ടാ. എല്ലാം ഓക്കെ അല്ലേ? ഒക്കെ നന്നായി തന്നെയുണ്ട്. ഏട്ടൻ എന്തിനാ ഇപ്പൊ ഇത്ര വെപ്രാളം? എന്ത് വെപ്രാളം? മുഹൂർത്തമാകാറായി. തിരുമേനി സമയമായെന്ന് പറഞ്ഞു, അതാണ്. ഇപ്പൊ വിളിക്കാം. അവളെവിടെ? ഇതുവരെ വന്നില്ലേ? ഓ, കുറച്ചു മുന്നെയാ കൂട്ടുകാർക്കൊപ്പം ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്നത്. ദക്ഷിണ കൊടുപ്പൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞു. അത് മതിയായിരിക്കും അല്ലേ? അതൊക്കെ മതി. പെൺകുട്ടിയെ വിളിച്ചോളൂ. സതി, മോളെ കൂട്ടിയിട്ട് വാ. നീലൻ വിളിച്ചു പറഞ്ഞതും സതി തല കുലുക്കിക്കൊണ്ട് സദ്യാലയത്തിനടുത്തെ മുറിയിലേക്ക് പോയി. സമയമായി, മോളെയും കൂട്ടി വാ. നടയ്ക്ക് മുന്നിൽ വെറുതെ കൈകൂപ്പി നിന്നു. അവിടുത്തെ മണ്ഡപത്തിലേക്ക്. കഴുത്തിലേക്ക് താലി വീഴുമ്പോൾ തൊഴുതില്ല. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചില്ല. സന്തോഷം കൊണ്ട് മിഴികൾ നിറഞ്ഞതുമില്ല. നെറിയിൽ തൊട്ട സിന്ദൂരം പകുതി മൂക്കിലേക്കാണ് വന്നു വീണത്. അത് തട്ടിമാറ്റി മുഖമുയർത്തിയപ്പോൾ കണ്ടു ചുണ്ടിലൊരു പുഞ്ചിരിയുമായി മുന്നിൽ നിൽക്കുന്നവനെ. അവളും തിരിച്ചു ചിരിച്ചു. തന്റെ മനസ്സിപ്പോൾ ആഴക്കടൽ പോവുകയല്ലേ ആയിരിക്കുന്നു. ഉള്ളിലെ പ്രകമ്പനങ്ങൾ പുറത്തു കാണിക്കാതെ ശാന്തമായി നീലവിരിച്ച് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വിശാലമായ സാഗരം പോലെ. എഴുന്നേറ്റ് മന്ത്രകോടി വാങ്ങിക്കൂ. ആരോ അവളെ തട്ടി വിളിച്ചു. തിരുമേനി അത് പറഞ്ഞതും അവൾ എഴുന്നേറ്റ് ഒന്ന് വലത്തിട്ട് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു. കയ്യിലേക്ക് അത് വാങ്ങുമ്പോൾ കുനിഞ്ഞ് ആ പാദങ്ങളിൽ പിടിക്കാൻ തുടങ്ങിയതും, വേണ്ട ദേവാ. ശ്രീ മിത്തുവിന്റെ കൈക്ക് പിടിച്ചു നിർത്തി. അവൾ അതും വാങ്ങി അവന്റെ വാമഭാഗത്തേക്ക് വന്നിരുന്നു. ചടങ്ങുകൾ തീർന്നതും സതീഷ് മണ്ഡപത്തിലേക്ക് കയറി മിത്തുവിന്റെ കൈകൾ ശ്രീയുടെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു. ആ നേരം അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് മിത്തുവിനെ നന്നായി തന്നെ പൊള്ളിച്ചു. പക്ഷെ അപ്പോഴും ചുണ്ടിലെ പുഞ്ചിരി അവൾ അഴിച്ചു വെച്ചില്ല. മണ്ഡപത്തിൽ നിന്നിറങ്ങിയതും ശ്രീ അവളുടെ കൈകൾ സ്വന്തമാക്കി. ചുറ്റും കൂടി നിന്നവരിൽ ശ്രീയുടെ ഏറ്റവും അടുത്ത 1-2 സൗഹൃദങ്ങൾ അഭിനന്ദനങ്ങളുമായി അവനടുത്തേക്ക് എത്തി. അവരോടൊക്കെ ചിരിച്ച് കാര്യം പറഞ്ഞ് തിരിഞ്ഞതും കണ്ടു തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നവനെ. കൺഗ്രാറ്റ്സ് ശാന്തനു, കൺഗ്രാറ്റ്സ് മൈത്രേയി. താങ്ക്സ് ആര്യൻ. ശ്രീ തിരിച്ചു മറുപടി കൊടുത്തെങ്കിലും മിത്തു പുഞ്ചിരിയോടെ അവനെ ഒന്ന് നോക്കി തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ. തിരക്കുണ്ട് ശാന്തനു, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഓക്കെ ആര്യൻ. അപ്പൊ ബൈ മൈത്രേയി. ബൈ അപ്പുവേട്ടാ. രണ്ടുപേരെയും നോക്കി അപ്പു ക്ഷേത്രനടയിൽ നിന്നും വണ്ടി പാർക്ക് ചെയ്തതിന്റെ അടുത്തേക്ക് നടന്നു. പഴയ ഭർത്താവിനെ യാത്ര അയച്ചു കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളുമോ? എനിക്ക് വേറെ ജോലിയുണ്ട്. ദേഷ്യം കൊണ്ട് ചുവന്ന മുഖമായി മുന്നിൽ നിൽക്കുന്ന സഖിയെ അവളൊന്ന് നോക്കി. ഇങ്ങനെ നോക്കി നിൽക്കാനല്ല പറഞ്ഞത്. വന്നേ, ഈ സാരി മറണം. ഇപ്പൊ കൂടെ വന്നാൽ ഞാൻ സഹായിക്കും, അല്ലെങ്കിൽ വേറെ ആളെ നോക്കിക്കോണം. വല്ലാത്തൊരു ദേഷ്യത്തോടെ അവളോടത് പറഞ്ഞ് സഖ്യ മുന്നിലേക്ക് നടന്നു. പുറകെ മിത്തുവും. ഇവളിത് എന്ത് കോലവാ സതി? എന്നോടൊന്നും ചോദിക്കല്ലേ ഏട്ടാ. രാവിലെ മുതൽ ബ്യൂട്ടി പാർലറിൽ തപസ്സല്ലായിരുന്നോ? മിത്തുവിനേക്കാൾ അവളായിരിക്കണം സുന്ദരിയെന്ന് പോലും. ബെസ്റ്റ്. എന്നിട്ട് നന്നായിട്ടുണ്ട് കോലം കെട്ടിയിരിക്കുന്നത്. നീലൻ അവരെ ഒന്ന് നോക്കി ദഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. സെറ്റ് സാരി മാറാനായി നിന്നില്ല. മന്ത്രകോടി ഉടുത്തിറങ്ങി. എങ്ങനെയൊക്കെയോ വെപ്രാളപ്പെട്ട് അവൾ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് സാരി ഉടുപ്പിക്കാൻ നോക്കിയ സഖിയെ മുറിയിൽ നിന്നും പുറത്താക്കിയാണ് സതി സാരി ഉടുപ്പിക്കാൻ തുടങ്ങിയത്. നന്നായിട്ടില്ലേ മോളെ? കണ്ണാടിയിൽ നോക്കി തന്നോട് സംശയം ചോദിക്കുന്ന സതിയെ സ്നേഹത്തോടെ അവൾ നോക്കി തലയാട്ടി. ഇവിടെ നിറങ്ങാൻ നേരമുണ്ട് മോളെ. പക്ഷേ ശ്രീ എന്തിനോ ധൃതി കൂട്ടുന്നു. നമുക്കേ അങ്ങോട്ട് ചെല്ലാം. മോൾ എവിടെ സതിയമ്മേ? നിവിയോടൊപ്പമുണ്ട്. കുഞ്ഞുണ്ണി ഉണ്ടല്ലോ, അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും അവനൊപ്പം ഇരുന്നോളും പെണ്ണ്. സതി ചിരിയോടെ പറഞ്ഞതും വാതിലിൽ മുട്ടുകേട്ടു. സതി, വരുന്നു ഏട്ടാ. ബാ കുഞ്ഞെ. ഇനിയും താമസിച്ചാൽ അച്ഛനും മോനും ഒപ്പം ദേഷ്യപ്പെട്ടാൻ തുടങ്ങും. തലയൊന്ന് ആട്ടിക്കൊണ്ടവൾ അവർക്കൊപ്പം ഇറങ്ങി. മിത്തു പുറത്തേക്കിറങ്ങിയതും ശ്രീ അവളുടെ അരികിലേക്ക് വന്നു. അത് കണ്ടതും ആരെയോ പരിചയം കാണിക്കാൻ വേണ്ടി നീലൻ സതിയെ കൂട്ടി സ്റ്റേജിന്റെ സൈഡിൽ നിൽക്കുന്നവർക്കരികിലേക്ക് ചെന്നു. ദേവാ, ഇവിടുന്ന് കഴിക്കുന്നോ അതോ വീട്ടിൽ ചെന്നിട്ടോ? അവളെ നോക്കാതെ മുണ്ടിന്റെ കോന്തല ഇടത് കൈയാൽ ഉയർത്തി മൂക്കിന് മുകളിലെ കണ്ണട ഒന്നോടെ നേരെയാക്കി ചോദ്യമെത്തി. വീട്ടിൽ ചെന്നിട്ട് മതി സർ.
എങ്കി അമ്മയോടൊക്കെ പറയാം ഇറങ്ങാനല്ലേ. ഉം അവരൊക്കെ അമ്മയുടെ ഓഫീസിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു ദേവാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അപ്പോഴേക്കും അമ്മ ഇങ്ങ് എത്തുമല്ലോ. ശരിയെന്ന പോലെ പതിവുള്ള തലയാട്ട് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നറിഞ്ഞു തന്നെ ശ്രീ മുന്നിൽ നടന്നു. നമുക്കിറങ്ങാം അമ്മേ. മോനെ, ഫുഡ് അവരൊക്കെ കഴിക്കുന്നതല്ലേ ഉള്ളൂ, നിങ്ങൾ കഴിക്കുന്നില്ലേ? വേണ്ടമ്മേ, അവര് കഴിച്ചോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകണം അമ്മേ. ഒരു കാര്യം ചെയ്, നിങ്ങളൊക്കെ അവരെ യാത്രയാക്കിയിട്ട് വന്നാൽ മതി. ഞാനും ദേവയും മോളും ഇറങ്ങുക. അതോ മോളെ അമ്മ കൊണ്ടുവരുമോ? ചോദ്യം പോലെ അവൻ സതിയെ നോക്കി. അത് പിന്നിപ്പോ മോനെ, സതി ചേച്ചി വരാതെ എങ്ങനാ? ചേച്ചി വേണ്ടേ മോളെ വിളക്ക് കൊടുത്ത് കേറ്റാൻ? സതീഷിന്റെ ചോദ്യത്തിൽ വെപ്രാളം മുന്നിട്ട് നിന്നു. അതിന് ഞാൻ വീട്ടിലേക്കല്ലല്ലോ സതീഷെങ്കിൽ, സന്തോഷങ്കിളിന്റെ അടുത്തേക്കാണ്. അവിടെ ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി കുറെ നേരമായി വെയിറ്റിംഗിലാണ്. ഞങ്ങൾ ചെയ്യണം അവർക്ക് പോകാൻ, അതുകൊണ്ടാണ്. ആണോ? എങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചേരെ, പുറകെ ഞാനും വന്നേക്കാം. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിവി അവിടെ ഓടി വന്നു. തോളിൽ ഒരു കുട്ടിക്കുറുമ്പൻ, ഒപ്പം വിരൽത്തുമ്പിന് അറ്റം പിടിച്ച് കയ്യിൽ ഒരു സുന്ദരി മോളും. അച്ചി! ശ്രീയെ കണ്ടതും മോളൂട്ടി നിവിയുടെ കൈവിട്ട് ഓടി അടുത്തേക്ക് ചെന്നു. സന്തോഷിനോട് സംസാരിച്ചു നിന്നവൻ ആ വിളിയിൽ തിരിഞ്ഞു നോക്കി പാഞ്ഞടുത്തേക്ക് വന്നവളെ വാരിയെടുത്ത് ഇരു കവളിലും മാറി മാറി ഉമ്മ കൊടുത്തു. ആഹാ, ആരാ ഇത്? അച്ചയുടെ കുഞ്ഞാവയായിരുന്നോ? മോളിത് എവിടെ പോയി? അച്ഛ എവിടെയൊക്കെ നോക്കി, പക്ഷെ കണ്ടില്ലല്ലോ. ചുണ്ടു പിടർത്തി ശ്രീ സങ്കടത്തോടെ മോളെ നോക്കി. അച്ഛ കരഞ്ഞേണ്ട, നാനേ കുഞ്ഞുണ്ണി കരഞ്ഞു, അപ്പൊ കുഞ്ഞുണ്ണിനെ നോക്കിയിരുന്നതാ. ഷോറി. അവന്റെ 2 കണ്ണും തുടയ്ക്കുമ്പോ ആ കുഞ്ഞിക്കണ്ണുകളും നിറയാൻ തുടങ്ങിയിരുന്നു. അയ്യേ, അച്ഛയുടെ കുഞ്ഞാവ കരയാ? അച്ഛ ചുമ്മാ പറഞ്ഞതല്ലേ വാവേ. അച്ഛക്കറിയായിരുന്നു മോള് നിവിമാമന്റെ കൂടെയാന്ന്. സത്യം? കുഞ്ഞു ചുണ്ടുകൾ കൂർപ്പിച്ചും വിടർത്തിക്കൊണ്ടും അവൾ ചോദിച്ചു. കുഞ്ഞാറ്റ സത്യം. അവൻ അവളുടെ ഉണ്ണിക്കൈയിൽ കൈചേർത്ത് ചിരിച്ചു. അച്ഛേ. എന്തോ? നാനും കുഞ്ഞുണ്ണി ഐസ്ക്രീം കഴിച്ചു. അപ്പച്ചിയോട് പറയല്ലേ. അവള് വാപൊത്തി കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് അവന്റെ ചെവിക്കരികിലേക്ക് ചെന്ന് പതിയെ പറഞ്ഞു. എടി കുറുമ്പി, നീ ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടല്ലേടി ഞാൻ നിനക്കത് വാങ്ങിത്തന്നത്. നിവി അവളുടെ ചെവിയിലൊന്ന് പിടിച്ചു. അച്ഛ പാവല്ലേ നിവി മാമേ, ആരോടും പറയൂല അല്ലേ അച്ഛേ? പിന്നില്ലേ. അവൻ ഒരു കണ്ണിറുക്കി അവളെ നോക്കി പറഞ്ഞു. കണ്ടോ, എന്റെ അച്ഛ പാവമ്മ. എന്തോ നേടിയ മാതിരി കുഞ്ഞാറ്റ നിവിയെ അഹങ്കാരത്തോടെ നോക്കി. ഓ, സമ്മതിച്ചേ, എങ്ങുമില്ലാത്തൊരു അച്ഛനും മോളും. നിവി അങ്ങ് കൈകൂപ്പി. അച്ഛേ, വീട്ടിൽ പോയാൽ നാനും കുഞ്ഞുണ്ണിയും പുതിയ ടോയ്സി കളിച്ചും. നോക്കിയേ, നിവിമാമ 2 ടോയ്സ് വാങ്ങിത്തന്നു. ആണോടാ ചക്കരെ? അച്ഛയുടെ കുഞ്ഞാറ്റ വാവയുടെ കൂടെ നിറയെ കളിച്ചോട്ടോ, പക്ഷെ കുഞ്ഞുണ്ണിയെ കരയിക്കരുത് കേട്ടോ. ശ്രീയം നിറഞ്ഞ ചിരിയോടെ അതേ കൊഞ്ചലോടെ അവളോട് തലയാട്ടി. സത്യം അല്ലേ നിവിമാമേ? ആടി. പിന്നെ അച്ഛേ, ഇന്നേ നാനാ കുഞ്ഞുണ്ണിയെ നോക്കിയേ, അല്ലേൽ കുഞ്ഞുണ്ണി തെത്തി തെത്തിന്ന് പറഞ്ഞ് കരഞ്ഞേനെ, അല്ലേ നിവിമാമേ? പിന്നില്ലേ, എന്റെ കുഞ്ഞാറ്റ ഉള്ളതുകൊണ്ട് മാത്രം കുഞ്ഞുണ്ണി ഇന്ന് കരഞ്ഞില്ല. ഹോ, അല്ല ഈ പാവമാമൻ എന്ത് ചെയ്തേനെ? നിവി സങ്കടത്തോടെ പറഞ്ഞതും എന്തോ വലിയ കാര്യം ചെയ്ത പോലെ കുഞ്ഞാറ്റ ശ്രീയെ നോക്കിയൊന്ന് പുരികം പൊക്കി. അല്ലേലും അച്ഛക്കറിയാലോ, അച്ഛയുടെ പൊന്നൂട്ടി സൂപ്പറാണെന്ന്. അവളുടെ കുഞ്ഞിക്കുമ്പയിൽ മൂക്കുട്ടുരസി ഇക്കിളിയാക്കിയവൻ. അവള് സന്തോഷത്തോടെ കക്കട്ടം കെട്ടി ചിരിച്ചുകൊണ്ട് നിവി ഒന്ന് നോക്കി, കണ്ടോന്നുള്ള രീതിയിൽ. ദൈവം എന്തേ അച്ഛേ? പെട്ടെന്നോർത്തുപോലെ അവളുടെ കുഞ്ഞിക്കണ്ണുകൾ ചുറ്റും പരതി. കുഞ്ഞാറ്റെ. സോറി, ഇച്ചിരി മറന്നുപോയി. കുഞ്ഞാറ്റ ചെവിയിലേക്ക് കൈ ചേർത്ത് പാവം പോലെ നോക്കി. ഈ കുരുപ്പിന്റെ കയ്യിൽ സകല ഉടായ്പും ഉണ്ടെന്റെ ശ്രീയെ. നിവി ചിരിച്ചും കൊണ്ട് ശ്രീയുടെ തോളിൽ തട്ടിയതും കയ്യിലിരുന്നവൻ ഉരുണ്ടു പിടിച്ച് താഴേക്കിറങ്ങി. എടാ കുഞ്ഞുണ്ണി, നീ ഇതെങ്ങോട്ടാ? അപ്പോഴേക്കും കയ്യിലിരുന്ന 1.5 വയസ്സുകാരൻ ഊർന്ന് താഴേക്കിറങ്ങിയിരുന്നു. ദേവേ, ഇവനെങ്ങാനും ഇങ്ങനെ തെന്നിത്തെറ്റി ഓടി വീണാൽ ആ ഭദ്രകാളി ഇന്നെന്റെ തല കൊയ്യും. പാഞ്ഞു പോയവനെ പൊക്കിയെടുത്ത് തിരിഞ്ഞതും കണ്ടു കലിപ്പിച്ച് തന്നെ നോക്കി നിൽക്കുന്നവനെ. നീ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കല്ലേ ശ്രീ, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. എന്ത്? നിന്റെ പെങ്ങളൊരു ഭദ്രകാളിയാണെന്ന്? ഡാ, വേണ്ട വേണ്ട, അത് വിട്ടുപിടി മോനെ. ഓ പിന്നെ, എന്നിട്ട് പിന്നെന്തിനടാ പൊന്നുമോനെ നീ അവളെ കയറി പ്രേമിച്ചത്? ഹാ, അത് പിന്നെ ഈ പ്രേമത്തിന് കണ്ണും മൂക്കുമൊന്നും ഇല്ലല്ലോടാ, പറ്റിപ്പോയി. അവനൊന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഇടം കണ്ടിട്ട് അവനെ ഒന്ന് നോക്കി. ആകെ പുകഞ്ഞാണ് നിൽപ്പ്. ആ നോട്ടം കണ്ടാലേ അറിയാം പറഞ്ഞതൊന്നും ആൾക്കൊട്ടും പിടിച്ചിട്ടില്ലെന്ന്. അല്ലേലും പെങ്ങളെ പറഞ്ഞാൽ അവന് പൊള്ളൽ ഇപ്പോഴും ഇച്ചിരി കൂടുതലാ. നിവി ഒന്ന് ചിരിച്ച് അവന്റെ അടുത്തേക്ക് ചെന്നു. എന്റെ ശ്രീയെ, നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. അതെ, ഇങ്ങനത്തെ തമാശയൊന്നും വേണ്ടായേ.
തോളിലേക്ക് വെച്ച കൈ തട്ടി മാറ്റിയവൻ. നിനക്കിപ്പോഴും ശ്രീകുട്ടിയുടെ ദേഷ്യമൊന്നുമില്ലേ ശ്രീ? ദേഷ്യമോ? എന്തിനാടാ? കുറച്ചു മാറി ആരോടോ ഫോണിൽ ചിരിച്ചോണ്ട് കാര്യം പറയുന്നവളെ നോക്കിയവൻ. നിന്നെ ഓരോ വാക്കിലും നോവിക്കയല്ലേ അവൾ? അത് അത് ഞാൻ അർഹിക്കുന്നതല്ലേ നിവി, പിന്നെന്താ? എന്തർഹിക്കുന്നുന്നാ? ഇന്ന് ഞാൻ അനുഭവിക്കുന്നതെല്ലാം തന്നെ. അവൻ ആ ആലിൻ ചുവട്ടിലേക്കിരുന്നു. നീ എന്നെ തടഞ്ഞു നിർത്തിയിട്ടാ, അല്ലെങ്കിൽ അവിടെ ഈ കാണിക്കുന്ന കന്നത്തരമൊക്കെ പറയുമ്പോൾ ഒരൊറ്റ അടിയിൽ ഞാൻ സകലതും നിർത്തിച്ചേനെ. കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് ശ്രീയെ നോക്കി നിവി. വേണ്ടടാ, തെറ്റു മുഴുവനും എന്റെ ഭാഗത്താണ്. അതിന്റെ ഒരു ദേഷ്യമാണ് അവൾ ഈ കാണിക്കുന്നത്. എന്ത് തെറ്റെന്നാടാ? ശ്രീ അവനെ നോക്കി നിന്നു. നിവി, നിവേദ്, തന്റെ ഒരേ ഒരു സൗഹൃദം. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവൻ പേരൻസിനൊപ്പം നോയിഡയിലായിരുന്നു. ഒക്കെ അറിഞ്ഞ സമയത്ത് ഒരുപാട് തവണ അവൻ വിളിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ പറഞ്ഞില്ല. എന്തോ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടും തന്റെ പരാജയത്തിന്റെ കഥ അവനോട് പറയാൻ ഉള്ളിലെ ഈഗോ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പറയാമെടാ, ഇപ്പോഴല്ല പിന്നെ. ശ്രീ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന മിത്തുവിനെ സതിയെ നോക്കി. ശ്രീ, ഡാ. ഒക്കെ ഞാൻ പിന്നെ പറയാൻ നിവി, ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. കിരണും അവന്റെ സീനിയർ ഡോക്ടറും വെയിറ്റിംഗിലാണടാ. ഇപ്പോഴും വിളിച്ചതേയുള്ളൂ, അതുകൊണ്ടാണ്. എന്താമ്മ ഇത്രയും ലേറ്റ് ആയത്? ഞാൻ പറഞ്ഞതല്ലേ പോയിട്ട് ആവശ്യമുണ്ടെന്ന്. തിരുമേനിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായിരുന്നു, അതാ താമസിച്ചത്. മിത്തു അവനെ നോക്കി പറഞ്ഞു. പറഞ്ഞത് സതിയോടായിരുന്നെങ്കിലും ചോദ്യം തന്നോടാണെന്ന് മിത്തുവിന് മനസ്സിലായിരുന്നു. കൂടുതലൊന്നും പറയാതെ മുന്നിലെ ഡോർ തുറന്നവൻ കേറി. ഇപ്പുറത്തെ വശത്തുകൂടി മിത്തു. അമ്മ വരുന്നുണ്ടോ? ഒരു 10 മിനിറ്റ്. ഇവരെയൊക്കെ ഒന്ന് യാത്രയാക്കിയിട്ട് ഞാൻ വന്നേക്കാം. അമ്മേ, കുഞ്ഞാറ്റ, അവളെ ഞാൻ കൊണ്ടുപോകട്ടെ, അതോ അമ്മ കൊണ്ടുവരുമോ? നീയൊന്ന് ചോദിച്ചു നോക്കിയിട്ട് പോ, ചിലപ്പോ പെണ്ണ് ഇടം തിരിയും. സതി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, അവളെ ഒന്ന് വിളിച്ചേ, പെണ്ണതോ മണ്ണ് വാരി കളിക്കുന്നു. വേണ്ടമ്മേ, ഞാൻ വിളിച്ചുകൊണ്ടുവരാം. സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് മിത്തു പുറത്തേക്കിറങ്ങി. മണ്ണ് വാരി കളിക്കുന്നവളെ അവിടെ നിന്ന് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അവൾ ഒരു തരത്തിൽ വരാൻ കൂട്ടാക്കിയില്ല. വിട് ദേവു, വിടാൻ! അവള് കിടന്ന് കുതറി. ദേവാ, വിട്ടേരെ, മോൾ അമ്മയ്ക്കൊപ്പം വന്നോളും, താൻ പോര്. മിത്തു ഒന്നുകൂടെ അവളെ വിളിച്ചെങ്കിലും കുഞ്ഞാറ്റ വരുന്നില്ല ദേവു എന്ന് പറഞ്ഞവൾ നിലത്തിരുന്ന് പൂഴിമണലിൽ കളിക്കാൻ തുടങ്ങി. സതിയെ നോക്കിയൊന്ന് തലയാട്ടിയവൾ ശ്രീക്കൊപ്പം യാത്ര തിരിച്ചു. വീട്ടിലെത്തും മുന്നേ പിന്നെയും ദേവൂട്ടന്റെ കോൾ ശ്രീയെ തേടിയെത്തി. ഒരു 2 മിനിറ്റ് മോനെ, ദാ എത്തി. പറഞ്ഞു തീർന്നതും വീടിനുള്ളിലേക്ക് ശ്രീ വണ്ടി ചരിച്ച് ഓടിച്ചു കയറ്റിയതും ഒത്തിരുന്നു. വാതിൽ തന്നെ ഉണ്ടായിരുന്നു ദേവൂട്ടൻ. കാലങ്ങൾ അവനിലും മാറ്റം തീർത്തിരിക്കുന്നു. പോയ 4 വർഷം അവനെ കുഞ്ഞിച്ചെക്കനിൽ നിന്നും പൊടിമീശക്കാരനായി വളർത്തി. എന്റെ മോനെ എല്ലാരും? സ്ത്രീ ഇറങ്ങും വഴി തന്നെ ദേവൂട്ടനോട് ചോദിച്ചു. അച്ഛന്റെ അടുത്തുണ്ടേട്ടാ, വാ. മൂളിക്കൊണ്ട് ശ്രീ അകത്തേക്ക് കയറിപ്പോയി. ദേവൂട്ടൻ മുന്നിൽ നിൽക്കുന്ന പെങ്ങളെ നോക്കി. ഒരുപാട് മാറ്റം. നെറുകയിൽ സിന്ദൂരം, കഴുത്തിൽ താലി, കാലങ്ങൾക്കിപ്പുറം നെറുകയിൽ ചന്ദനം. അവൻ അടുത്തേക്കെത്തി അവളെ കെട്ടിപ്പിടിച്ചു. കല്യാണം ഞാനും അച്ഛനും കണ്ടിരുന്നു. നിവേട്ടൻ ഫോണിൽ വിളിച്ച് കാണിച്ചു തന്നു. അച്ഛൻ വലിയ സന്തോഷത്തിലാ. ചേച്ചി വിലക്കിയത് കൊണ്ട് മാത്രം ഞാനും അച്ഛനും അവിടേക്ക് വരാതിരുന്നത്. അതിന്റെ ഒരു സങ്കടം അച്ഛനുണ്ട്. വേണ്ട മോനെ, ഇനി ഒരു പ്രദർശന വസ്തു പോലെ അച്ഛൻ. ആൾക്കാരുടെ ചോദ്യങ്ങൾ, സഹതാപം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായത് ഓർമ്മയില്ലേ? സഹതാപത്തിന്റെ പേരിൽ കൂട്ടുകാരന്റെ ചോദ്യങ്ങളിൽ അടിപതറിപ്പോയ അച്ഛനെ പഴയതുപോലെയാക്കാൻ നമുക്ക് എത്ര കാലം വേണ്ടി വന്നു? ഇനി അങ്ങനെയൊന്ന് വന്നാൽ അച്ഛൻ താങ്ങില്ല. അതുകൊണ്ട് മാത്രമാ ചേച്ചി അച്ഛൻ വരേണ്ടെന്ന് വാശി പിടിച്ചത്. അവള് കണ്ണു നിറച്ചു. ശോ, കരയല്ലേ ചേച്ചി, ഞങ്ങൾക്കതൊക്കെ അറിയാമല്ലോ. എന്നാലും ഒരാഗ്രഹം. എല്ലാവർക്കൊപ്പം അവിടെ നിൽക്കാൻ പറ്റാത്തതിൽ ഒരു കുഞ്ഞു സങ്കടവും. എന്നാലും ഞങ്ങള് ഹാപ്പിയാ, പ്രത്യേകിച്ച് അച്ഛൻ. അപ്പൊ നീയോ? ഞാനും ഡബിൾ ഹാപ്പി. അവൻ ഒന്നുകൂടെ അവളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. ഇങ്ങനെ നിന്നാൽ മതിയോ? അച്ഛന്റെ അടുത്തേക്ക് പോകണ്ടേ? കഴുത്തിൽ കണ്ണീർ പതിഞ്ഞു എന്ന് തോന്നിയ നിമിഷം അവള് വിഷയം മാറ്റാനെന്ന പോലെ അവന്റെ തോളിൽ തട്ടി. ഞാൻ? ചേച്ചി വാ. അവൾ കാണാതെ കണ്ണുകൾ തുടച്ചുകൊണ്ടവൻ അവളുമായി അകത്തേക്ക് നടന്നു. സ്ത്രീ അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു. അപ്പോ ഡോക്ടർ പറയുന്നത്, ഇപ്പൊ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് ശാന്തനു. നോക്കിയേ, വാക്കിംഗ് സ്റ്റിക്കിൽ പിടിച്ച് ഇത്രയെങ്കിലുമൊക്കെ നടക്കാറായില്ലേ? കിരോൺ സന്തോഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. മുന്നിൽ പതിയെ പതിയെ നടക്കാൻ ശ്രമിക്കുന്ന സന്തോഷിനെ നോക്കി ഡോക്ടർ രാജേന്ദ്രനാണ് പറഞ്ഞത്. ശ്രീ അത് നോക്കി കുറെ നേരം നിന്നു. എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെ നടന്നിട്ട് സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. ശ്രീയുടെ ഫ്രണ്ട് കിരണിന്റെ സീനിയറാണ് ഡോക്ടർ രാജേന്ദ്രൻ. അന്നത്തെ ആക്സിഡന്റിന് ശേഷം കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹത്തിന്റെ ചികിത്സയിലാണ് സന്തോഷ്. താങ്ക്സ് ഡോക്ടർ. ശ്രീ അയാളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ഈറനായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇതൊന്നും ഞങ്ങളുടെ മാത്രം കഴിവല്ലടോ. ആ നിൽക്കുന്ന മനുഷ്യന്റെ കൂടെയാണ്.
ഞങ്ങൾക്ക് കുറച്ച് മരുന്നുകൾ കൊടുക്കാനേ പറ്റുള്ളൂ. ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കേണ്ടത് അവർ ഓരോ രോഗിയുമാണ്. അവരവരുടെ നിശ്ചയത്തിൽ നിന്ന് ശരിക്കുള്ള റിക്കവറി തുടങ്ങുന്നത് തന്നെ. അങ്ങനെ നോക്കുമ്പോൾ ഈ അച്ഛനും അച്ഛനെ കണ്ണേ കയ്യേ എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്ന മക്കളുടെയും കണ്ണുനീരിന്റെ ഫലമാണ് ഈ മാറ്റങ്ങളൊക്കെ. കിരണിന്റെ സഹായം കൂടാതെ കുഞ്ഞു കുഞ്ഞു ചുവടുകൾ വെച്ച് മുന്നിലേക്ക് നടക്കാൻ ശ്രമിക്കുന്ന സന്തോഷിലേക്ക് പിന്നെയും അവരുടെ നോട്ടമെത്തി. ചേച്ചി, ഒന്ന് കണ്ണടച്ചേ. മുറിക്കുള്ളിലേക്ക് കയറാൻ തുടങ്ങിയ മിത്തുവിനെ പിടിച്ചു നിർത്തി ദേവൂട്ടൻ പറഞ്ഞു. ദേവൂട്ടാ, കളിക്കാതെ മാറിക്കേ. ഡോക്ടർ എന്തിനാ ഇത്രയും ധൃതിയിൽ വിളിപ്പിച്ചെന്ന് ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അതൊക്കെ ശ്രീയേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ചെയ്. ദേവൂട്ടാ, പ്ലീസ് ചേച്ചി, പറയുകയും അവൻ അവളുടെ കണ്ണുകൾ തന്റെ വിരലുകളാൽ പൊതിഞ്ഞു. ഈ ചെക്കൻ ചേച്ചി കട്ടിളപ്പടിയിലുണ്ട്. പയ്യെ നടക്കേട്ടോ. ആ നിക്ക് നിക്ക്, ഇനി നോക്കിക്കോ. ദേവൂട്ടൻ കൈമാറ്റിയതും അവള് കാണുന്നത് തന്റെ അടുത്തേക്ക് പതിയെ പതിയെ നടന്നെടുക്കുന്ന സന്തോഷിനെയാണ്. അച്ഛേ! ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവള് ഞെട്ടി. 4 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ നടന്നു. സന്തോഷം കണ്ടവൾ ഓടി അടുത്തേക്കെത്തി സന്തോഷിനെ കെട്ടിപ്പിടിച്ചതും ബാലൻസ് തെറ്റി അയാൾ പിന്നിലേക്ക് പോയി. അങ്കിൾ! ശ്രീയും കിരണും അയാളെ ഒരുപോലെ പിടിച്ചു. എന്താ ദേവാ ഇത്? അല്പം ശാസനയോടെ ശ്രീ വിളിച്ചെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. എങ്ങനെയുണ്ട് അച്ഛയുടെ സർപ്രൈസ് കുഞ്ഞി? വലത് കൈ ഉയർത്തി മുടിയിൽ തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചതും അവൾ പിന്നെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അച്ഛയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നേ ചേച്ചിക്ക് അറിയുള്ളായിരുന്നു ഡോക്ടർ. നടക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾ മറച്ചു വെച്ചേക്കായിരുന്നു. വേറൊന്നും കൊണ്ടല്ല. നേരത്തെ ഇതുപോലെ ഒരിക്കൽ നടന്നിട്ട് പിന്നെ അച്ഛന് കാലനക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അന്ന് ഈ ചേച്ചി ആകെ ശോകമടിച്ച് ഇടങ്ങേറാക്കിയായിരുന്നു. അതുകൊണ്ട് ഈ തവണ ശരിക്കും നടക്കുമ്പോൾ മാത്രം ചേച്ചിയോട് പറഞ്ഞാൽ മതി എന്നുള്ളത് അച്ഛയുടെ തീരുമാനമായിരുന്നു. ഒന്നും മനസ്സിലാതെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ രാജേന്ദ്രൻ നോക്കി ദേവൂട്ടൻ പറഞ്ഞു. അതെ ചേച്ചി, കഴിഞ്ഞ 1.5 മാസം ഞാനും കിരൺ ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് മുറിയടച്ച് എന്താ പരിപാടി എന്നറിയാൻ ഭയങ്കര ഔത്സുക്യമല്ലായിരുന്നോ? ഇതായിരുന്നു കേട്ടോ പരിപാടി. എങ്ങനെയുണ്ട്? ദേവൂട്ടൻ ചിരിച്ചുകൊണ്ട് അയാളുടെ ഇടതുഭാഗത്തെ വാക്കിംഗ് സ്റ്റിക്കർ പതിയെ മാറ്റി ആ കൈ തന്റെ തോളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചു. സന്തോഷ് അവനെ ചേർത്ത് പിടിച്ചു. തന്റെ മക്കൾ, തന്റെ സമ്പാദ്യം. അഭിമാനത്തോടെ അയാൾ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. മതി മതി, സന്തോഷ്, നീ റെസ്റ്റ് എടുക്ക്. ഒരുപാട് നേരമൊന്നും ഇങ്ങനെ നിൽക്കണ്ട. പതിയെ പതിയെ ഓരോന്നും ചെയ്യുന്നതിന്റെ നേരം കൂട്ടി വന്നാൽ മതി. സന്തോഷ് അത് കേട്ട് തലയാട്ടി. മിത്തും ദേവൂട്ടനും അയാളെ പതിയെ കട്ടിലേക്ക് കിടത്തി. മിസ്റ്റർ സന്തോഷ്, താങ്കൾ ഒരുപാട് ലക്കിയാണ്. ഇതുപോലൊരു ഫാമിലി ഗോഡ് ഗിഫ്റ്റാണ്. പിന്നെ പാർഷ്യലി പാരലൈസ്ഡ് ആയ അവസ്ഥയിൽ നിന്നും ഇന്ന് ഈ നിലയിലേക്ക് താങ്കൾ വന്നില്ലേ? ഇനിയും മാറ്റമുണ്ടാവും. മുഖത്ത് ഇപ്പൊ കാണുന്ന ചെറിയൊരു കോടൽ പോലും മാറിക്കിട്ടും. പെട്ടെന്നൊക്കെ സുഖം പ്രാപിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇനി അടുത്ത മാസം കാണാം. ഡോക്ടർ എല്ലാവരോടുമായി യാത്ര ചോദിച്ചു. പിന്നെയും എന്തൊക്കെയോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കാൻ വേണ്ടി ഹാളിലേക്ക് ഇറങ്ങും വഴി ദേവൂട്ടന്റെ കണ്ണുകൾ ഇടത്തെ ഭാഗത്തെ ഭിത്തിയിലേക്ക് പോയി. ഒപ്പം അവളുടെയും മാലയിട്ട 2 ഫോട്ടോകൾ, മായമ്മയും അച്ചമ്മയും. അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാര് ഈ കഥയുടെ ഒപ്പം തന്നെ ഉണ്ടാവണേ. മുന്നോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് രസമുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു അല്പം കൺഫ്യൂഷൻ, അത് പതിയെ പതിയെ മാറുമെന്ന് ഉറപ്പ്. അപ്പം എല്ലാവരും ഒപ്പം ഉണ്ടാവണേ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി.